പതിവ് സമ്മേളനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊല്ലത്ത് എന്ത് സംഭവിക്കും? പ്രായപരിധി 75 വയസ്സ് കർശനമായി നടപ്പാക്കുമോ? മുഖ്യമന്ത്രി ഇനി മത്സരിക്കുമോ? പാർട്ടി സെക്രട്ടറി മാറുമോ? 2 തവണ മത്സരമെന്ന വ്യവസ്ഥയിൽ ഇളവുണ്ടാകുമോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർന്നു വരുന്നത്. ഞങ്ങളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് 75 വയസ്സ് കഴിഞ്ഞവരെയാണ് ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽപ്പെട്ടവരെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യമില്ല, അത് സംഘടനാപരമായ തീരുമാനം ഉള്ളതാണ്. കേരളത്തിലെ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ശക്തനായ നേതാവ് പിണറായി തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കാര്യം ഇവിടെ തീരുമാനമെടുക്കും എന്നുള്ളതല്ല, മുഖ്യമന്ത്രി അതിന്റെ ഘട്ടത്തിൽ ആരാവണം എന്നുള്ളത് അപ്പോൾ തീരുമാനം. ആ തുടർഭരണത്തിന് വീണ്ടും ഒരു തുടർച്ച നേടിയെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുമോ എന്നതാണ് ഈ നാടും നമ്മളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. എന്നാൽ ഇതിനുമപ്പുറം ചില പ്രാധാന്യങ്ങൾ കൊല്ലം സമ്മേളനത്തിനുണ്ട്. അത് മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന വികസന രേഖയാണ്. നവകേരളത്തിന് പുതുവഴികൾ എന്ന രേഖ. വരും വർഷങ്ങളിൽ സർക്കാർ നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികളും ഭാവി കാഴ്ചപ്പാടുകളുമായിരിക്കും രേഖയിലെ പ്രതിപാദ്യം. അത് കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചയുടെ പേരിലാകും കൊല്ലം സമ്മേളനം അറിയപ്പെടുക. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക, കൊടിമര, ദീപശിഖ യാത്രകൾ പൊതുസമ്മേളന നഗരിയിൽ സമാപിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. CPM സംസ്ഥാന സമ്മേളനം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. തിരഞ്ഞെടുക്കപ്പെട്ട 486 പ്രതിനിധികൾ, 44 നിരീക്ഷകർ, 530 പേർ ഒരുമിച്ച് ഒരേ ഹാളിൽ 3 ദിവസം. ചർച്ചയോട് ചർച്ച. ലക്ഷ്യം പാർട്ടി നവീകരണവും ഭരണ തുടർച്ചയും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.